ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. ഇന്നിതേ നമ്മുടെ ഷോപ്പിൽ അടിപൊളി അൽഫാം മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചക്ക്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് താത്താടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ഓണർ താത്താടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അൽഫാം മന്തി കഴിക്കാൻ തയ്യാറെടുക്കാൻ നമ്മളെ ചോട്ടാബായാണ്. ഇതാണ് നമ്മളെ സീനു കേട്ടോ. സീനു ഭയങ്കര വിറ്റാണ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോണതായാലും എന്തൊക്കെ വന്നാലും അവളിട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവിടെ നിൽക്കും. പിന്നെ വേറൊരു വൈബാണ് കേട്ടോ. തലപ്പിടി ഒന്നുമല്ല കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ നല്ല അടിപൊളി അൽഫാം മന്തിയും സാലഡ് അതുപോലെ തന്നെ മയോണൈസ് ചട്നിയൊക്കെ കൂടി നമുക്ക് അടിപൊളിയായിട്ട് വയറ് നിറച്ച് നമുക്ക് ഇന്ന് മന്തി കഴിക്കാം കേട്ടോ. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു ട്രിപ്പ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞതാണ് കേട്ടോ. ഞാനും വേറെ 2 ചേച്ചിമാരും കൂടിയിട്ടൊക്കെ കേട്ടോ. ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു 11:30 ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞ ഫുഡ് എന്തായാലും കഴിക്കണമല്ലോ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പോയില്ലെന്ന് അറിയേണ്ടതില്ല, എന്നാലും ഞാൻ കഴിച്ചിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പോയി. സിനു എന്നിട്ട് പറയാൻ എനിക്ക് അവൾ വയറ് നിറഞ്ഞ്, അവൾ എന്തായിരുന്നു എക്സ്പ്രഷൻ എന്നൊക്കെ അറിയോ. പക്ഷെ കുട്ടി ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും കുട്ടിക്ക് വേഗം തീർന്നിട്ടോ. അപ്പോൾ അവിടെ ബായ് കഴിക്കണം കണ്ടപ്പോൾ ബായ് ഇങ്ങനെ ഒരു പിടി കുറച്ച് കഴിക്കും, എന്നിട്ട് അവിടെ ഇരിക്കും, കുറച്ച് കഴിക്കും, അങ്ങനെ ഇരിക്കും. അപ്പോൾ മൂപ്പരാൾ അങ്ങനെ കഴിച്ചാൽ ചിലപ്പോൾ എല്ലാം പോയാലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരാൾ കുറച്ച് കഴിക്കും ഇരിക്കും, കുറച്ച് കഴിക്കും ഇരിക്കും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കുട്ടി എങ്ങനെയും ഫുള്ളാക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. പക്ഷെ കുട്ടി അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഫുള്ളാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കാണുന്ന പോലെ ഒന്നും ആയില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ അവിൽ ഇവിടെ അടുത്താണ്. ബനാവിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, അത് നമ്മളിവിടെ അടുത്താണ്. അപ്പോൾ ഞങ്ങളിവിടെ ഓരോ വെറൈറ്റി ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തത് ഇന്നത്തെ സ്പെഷ്യലി വൈറ്റ് മിസ്റ്റി ഫലൂദയാണ് കേട്ടോ ഇന്ന് ഓർഡർ ചെയ്തത്. നമ്മളെ ഗ്ലാസ് കാണുമ്പോൾ വലുതൊക്കെ ആയിരുന്നു, പക്ഷെ വരുമ്പോൾ നമുക്ക് ഇത്ര തന്നെ പറ്റുള്ളൂ. ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടോ ആ വലിയ ഗ്ലാസ്സിന് കൂടി കൊടുത്തേക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇല്ല, ഇതാണ് പാർസൽ ഗ്ലാസ് ഇത് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് തുറക്കാൻ കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ഞാൻ തന്നെയാണ് കേട്ടോ തുറക്കല്. വീട്ടിലായാലും എവിടെ ആയാലും ഞാൻ തന്നെയാണ്, പങ്കെടുക്കുന്ന ആളും ഞാൻ തന്നെ കേട്ടോ. കേക്ക് കട്ടിങ് ആയാലും എന്ത് ആയാലും, കാരണം പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇത് ഫുള്ളായിട്ട് ഞാനും ഷിനും ഷെയർ, അതുപോലെ മറ്റേ ഒരു താത്തയും വേറൊരു ചേച്ചിയും ഷെയർ ആട്ടോ. അങ്ങനെ 4 പേര് അങ്ങനെയാണ് ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കുക. ചെറിയൊരു വേർതിരിവ് കാണിച്ചു എന്നൊരു ഡൗട്ട്. ഒരെണ്ണത്തിൽ ഫുൾ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യത്തത് എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചിട്ട്, കാരണം ഓവർ മധുരമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ 4 മണിയായപ്പോൾ കറക്റ്റ് നല്ല അടിപൊളി പാൽ ചായയും പഴംപൊരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാത്തപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം കേട്ടോ. ഇന്ന് പഴംപൊരിയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ചേച്ചി ഇത് എല്ലാ മധുരവും കഴിച്ചതിൻ്റെ ശേഷം സുഖനിദ്ര എല്ലാം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ഫലൂദ കഴിച്ചതിൻ്റെ ശേഷം ഒന്ന് ഉറങ്ങണം. മധുരം കഴിച്ച് നമ്മുടെ സിനിമകളുണ്ടല്ലോ, പിന്നെ എന്തെന്നെ പോയാലും അവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ ഫുൾ ആക്റ്റീവായിട്ട് ദേ ഇരിക്കണ കണ്ടില്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ദേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബെഡാബായിട്ടോ. ആള് ഒരു ടോം ആൻഡ് ജെറിയാണ്. ഫുള്ള് കണ്ട എന്നെ കളിയാക്കുന്നതാണ് കാണുന്നത്. എപ്പോൾ നോക്കിയാലും എന്നെ കളിയാക്കലാണ് പണി. ഇനി നമുക്ക് ചായയും കുടിക്കണം. ഫുൾ ടൈം ഇതന്നെയാണോ പണിന്ന് ചോദിക്കണവരോട്. ഇതേ വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഇന്നത്തെ ചായയോട് ഇതാണ് കേട്ടോ. ആൾക്ക് പഴംപൊരി ഇഷ്ടമല്ല കേട്ടോ ബൈക്ക്. അപ്പം അതാണ് മൂപ്പരോട് ഇന്ന് പറയുന്നത്. താ വെച്ചിട്ടുള്ള പാട്ട് അവൾക്ക് നാണൊന്നുമില്ല, അവൾ നല്ല സ്ഥിതി പാട്ട് പാടുന്നതാ. തക്കാളി സാമ്പാർ തപ്പി വെണ്ടക്ക കിട്ടി, എന്നെ മാത്രം കിട്ടിയില്ല ഉണ്ട തക്കാളി. തട്ടി വിടും അങ്ങനെ. പിന്നെ തിരക്കൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചു നേരം വെറുതെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് പാട്ട് കളിക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പാട്ട് കളി, പിന്നെ ലാസ്റ്റ് അച്ചുത്തിയിലേക്ക് എത്തിയിട്ടോ സാറ്റ്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ഇന്ന് ആ ഷോപ്പിൽ ശേഷമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ 6 മണിക്ക് ഇറങ്ങണം. ഞാൻ ലേറ്റായിട്ടോ ഇറങ്ങിയത്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ബസ് ഇനി എട്ടിയത് നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ടുള്ള അവസ്ഥ എന്താ നോക്കാം. അങ്ങനെ ഞാൻ ആദ്യമീനും വരുമ്പോൾ മന്തി മാറ്റി വെച്ചിട്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കത്. അപ്പോൾ അവനക്ക് ഇന്നലെ ചോദിക്കുകയും ചെയ്തിട്ട് എത്ര ദിവസമായി മുച്ചെന്ന് പറയുകയും ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ അവന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അവനക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ബേബിക്ക് റൈസും കൊടുത്ത് ആദ്യമീന് ചിക്കനും കൊടുത്തിട്ടോ. അത് ഇനി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണല്ലോ. നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് അവരതൊക്കെ കഴിച്ചു. എന്താ വേണ്ട എനിക്ക്? ആര് ഡയറി മിൽക്കാ? എന്തിട്ടാ വേണ്ടത്?
ഡയറി മിൽക്കാ അല്ല എവിടുന്ന് ഇപ്പൊ കിട്ടി ഡയറി മിൽക്കൊക്കെ ഡയറി മിൽക്ക് വേണോ എത്ര ഡയറി മിൽക്കാണോ ഒന്നാ ഇതിനൊന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ പറയാം നീ മൂന്നെന്നാ പറയാ ഇതാണ് 3 ഇതൊന്ന് എത്ര എണ്ണം വേണം ഒന്ന് എന്ന് പറയും 1 ഡയറി മിൽക്ക് മതിയാ ഉമ്മച്ചി മീഷോയിൽ ഓർഡർ ചെയ്യാ അവർ കൊടുന്നു തരും കേട്ടാ ഓക്കെ മീഷോയിൽ ഓർഡർ ചെയ്താൽ അവർ കൊടുന്നു തരും ചവിട്ടല്ലേ എത്ര ഡയറി മിൽക്ക് വേണം 1 ഡയറി മിൽക്കാ ഉമ്മച്ചി മേടിച്ചു തരാം കേട്ടാ ഈ കടയിലില്ലല്ലോ മുത്തമായി പോവണ്ടേ ഡയറി മിൽക്ക് അടിക്കാൻ പോയാലോ പാൻറ് ഇട് പോവാ ആ എവിടെ കൊണ്ടുപോയി ഊരിട്ട് ഡയറി മിൽക്ക് അങ്ങനെ ഡയറി മിൽക്ക് മേടിക്കാൻ പോയി വന്ന് രാത്രി ഇവിടെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടോ എല്ലാം ബേബി അപ്പോൾ ഒറ്റക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ അവൻ ഉഷാറാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ